നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഗ്നിച്ചിറകുകളുമായി ഒരു ജനവാസ മേഖലയിലേക്ക് ഒരു ഭീമൻ വിമാനം ഇടിച്ചിറങ്ങി. ആ ഭീകര കാഴ്ച കണ്ട് നാട്ടുകാരാകെ അമ്പരന്നിരിക്കുന്നു. ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ആ തീനാളത്തിനടുത്തേക്ക് അടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. അങ്ങനെ രാജ്യത്തെ ആകമാനം വേദനിപ്പിച്ച കെൻറ്റക്കി വിമാന ദുരന്തത്തെക്കുറിച്ചുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ആശങ്കയായി തന്നെ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ നിർണായകമാണ് ബ്ലാക്ക് ബോക്സ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ കെൻറ്റക്കിയിലെ ലൂയിസ്വില്ലെ മുഹമ്മദ് അലി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിന് സമീപത്താണ് വ്യവസായ മേഖലയിലേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് ഒരു കാർഗോ വിമാനം ഇടിച്ചു തകർന്നുണ്ടായ അപകടത്തിൽ 13ഓളം ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്ക അധികൃതർ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഈ അടുത്തുണ്ടായ അഹമ്മദാബാദ് വിമാന ദുരന്തം നിരവധി ആളുകൾ, സഹോദരന്മാർ, സഹോദരിമാരൊക്കെ തന്നെ നമുക്ക് നഷ്ടമായ ആ ഒരു വിഷയം, അതിൻ്റെ വേദനയിൽ നിന്ന് നാം ഇതുവരെയും കരകയറിയിട്ടില്ല. അതിനിടയിലാണ് സമാനമായൊരു ദുരന്തം അമേരിക്കയിൽ സംഭവിച്ചതായി വാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നത്. UPS ചരക്ക് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. എന്താണ് കാരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാരും അപകടത്തിൽ തൽക്ഷണം തന്നെ കൊല്ലപ്പെട്ടുവെന്നാണ് അധികൃതർ പറയുന്നത്. UPSൻ്റെ മക്ഡൊണാൾഡ് ഡഗ്ലസ് MD 11 കാർഗോ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിറകെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിൻ്റെ ഇടത് ചിറകിലേക്ക് തീ പടരുകയും എഞ്ചിൻ താഴെ പതിച്ചു വീഴുകയും ചെയ്തതോടെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റർമാരാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. വിമാനം തകർന്നു വീണത് ഒരു വ്യവസായ മേഖലയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ ക്യാപ്റ്റൻ റിച്ചാർഡ് വാൾട്ടൻബർഗ്, ഫസ്റ്റ് ഓഫീസർ ലീ ട്രൂട്ട്, ഇന്റർനാഷണൽ റിലീഫ് ഓഫീസർ ക്യാപ്റ്റൻ ഡാൻ ഡയമണ്ട് എന്നിവരാണ്. ഈ 3 പേരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നീട് ബാക്കിയുള്ളവർ 10ഓളം പേർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നവരാണ്. ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്ന സാധാരണ ജനങ്ങളാണ്. വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ആദ്യം പരിശോധിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അപകടത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു വിമാനം അറ്റകുറ്റപ്പണികൾക്കായി ടെക്സസിലെ സാൻ ആന്റോണിയയിൽ എത്തിച്ചിരുന്നത്. രേഖകൾ പരിശോധിച്ച് എന്ത് പണിയായിരുന്നു അന്ന് നടത്തിയത് എന്നുള്ളത് പരിശോധിക്കും. അത് തൃപ്തികരമായിരുന്നോ, അതിലെന്തെങ്കിലും അപാകതകളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ആരായുകയാണ്. സെപ്റ്റംബർ 3 മുതൽ ഒക്ടോബർ 18 വരെയായിരുന്നു വിമാനം ടെക്സസിലുണ്ടായിരുന്നത്. അപകട സ്ഥലത്ത് നിന്നും വിമാനത്തിൻ്റെ ഒരു എഞ്ചിനും കോക്പിറ്റിലെ ഡേറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബ്ലാക്ക് ബോക്സ്. പൊട്ടിത്തെറിച്ച വിമാന ഭാഗങ്ങൾക്കിടയിൽ നിന്നാണ് കേടുപാടുകളൊന്നും സംഭവിക്കാതെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത്. വിമാനം 475 അടി ഉയരത്തിലും മണിക്കൂറിൽ 210 മീറ്റർ വേഗത്തിലുമായിരുന്നു സഞ്ചരിച്ചതെന്നാണ് രേഖകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിമാനത്തിൻ്റെ ഇന്ധന ടാങ്കിന് സമീപം ഒരു വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സെപ്റ്റംബറിൽ അറ്റകുറ്റപ്പണികൾക്ക് വിമാനം നിലത്തിറക്കിയത്. സമാനമായുള്ള വിള്ളൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള സംശയം അധികൃതർക്ക് തന്നെയുണ്ട്. കാരണം വിമാനം എങ്ങനെയാണ് അഗ്നിഗോളമായി മാറിയത്, എങ്ങനെ തീപടർന്നു, അതേക്കുറിച്ചുള്ള സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. ഈ അപകടത്തിന് പിന്നാലെ വിമാനാപകടത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും കണ്ടെത്തിയെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ലൂയിസ്വില്ലെ മേയറായിട്ടുള്ള ക്രെയ്ഗ് ഗ്രീൻബർഗ് പറയുന്നത്. അപകടത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ലൂയിസ്വില്ലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. UPS ലൂയിസ്വില്ലയിലെ ഏറ്റവും വലിയ ചരക്ക് കമ്പനികളിലൊന്നുകൂടിയാണ്. 24,000-ലധികം ജീവനക്കാർ മേഖലയിൽ UPSനായി ജോലി ചെയ്യുന്നുണ്ട്. ദിവസേന ഏകദേശം 300 വിമാനങ്ങൾ UPS തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ദുരന്തം കമ്പനിയെ സംബന്ധിച്ചും ഈ മേഖലയെ സംബന്ധിച്ചും ഏറ്റവും വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് വിലയിരുത്തുന്നത്. ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിൻ്റെ ഇടത് ചിറകിൽ തീ പകരുകയും എഞ്ചിൻ താഴേക്ക് പോവുകയും ചെയ്തു എന്ന് തന്നെയാണ് കണ്ടുനിന്നവരും പറയുന്നത്.